നിവിൻ പോളിയുടെ പ്രതിച്ഛായ. തിരിച്ചു വരവ് മോനായിരുന്നു. സർവമായയിലൂടെ തിരിച്ചു വന്നു. ബേബി ഗേളിലൂടെ ഒരു വട്ടം തിരിച്ചുപോയി. ഈ പ്രതിച്ഛായയിലൂടെ രണ്ടാമത്തെ വട്ടവും തിരിച്ചുപോയി. ഇപ്പൊ തിരിച്ചു പോക്കുമോൻ. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് പ്രതിച്ഛായ സ്ട്രീം ചെയ്യുന്നത്. കാട്ടിവെള്ളം, ഊളച്ചായ, കാട്ടിവെള്ളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചില വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞു വെച്ചാൽ അടിപൊളിയായിട്ട് ഒരു ചായ ഇട്ടുതരും, കിട്ടു സാധനമായിരിക്കും. എന്നാൽ ചില വീട്ടില് അവിഞ്ഞ വെള്ളമായിരിക്കും, കാട്ടിവെള്ളം. ഈ സിനിമ കണ്ടപ്പോ അങ്ങനെയാണ്. ഡയറക്റ്റഡ് ബൈ വൺ ആൻഡ് ഓൺലി ബി ഉണ്ണികൃഷ്ണൻ. വേറെ വല്ലതും പറയണോ? ഒന്നും പറയണ്ട. 1 സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. നിവിൻ പോളി ഉണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്, ബാലചന്ദ്ര മേനോൻ ഉണ്ട്, ഹരിശ്രീ അശോകൻ ഉണ്ട്, മണിയമ്പിള്ള രാജു ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് തേങ്ങയില്ല. നിവിൻ പോളി. നിവിൻ പോളി ഈ മുഖ്യമന്ത്രി ആയിട്ടാണ് ഈ സിനിമ സെക്കൻഡ് ഹാഫിലൊക്കെ വരുന്നത്. ഫസ്റ്റ് ഹാഫില് അങ്ങനെയൊന്നല്ല, വെള്ളം അടിച്ചിട്ടൊക്കെ നടക്കുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. പേക്കൂത്തായിരുന്നു, പേക്കൂത്ത്, ലിറ്ററലി പേക്കൂത്തായിരുന്നു. ആൻഡ് ആളുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ അമ്പേ പരാജയം. 1-2 സീൻസിലൊക്കെ കുറച്ച് ഹൈ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നിവിൻ പോളി പെർഫോമൻസ് നൈസ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയൊക്കെ ആയതിനു ശേഷം ഒരു ഇതുമില്ല, ഒരു ഹൈ ഫീലും ഇല്ല. ആള് സ്ലോ മോഷനിൽ കറുപ്പും വെള്ളയിട്ട് നടന്നു വരുന്ന സീനൊക്കെ ഉണ്ട്. പ്രേമമല്ല, മുഖ്യമന്ത്രി ആയിട്ട് നടന്നു വരുന്ന സീൻ ഉണ്ട്. ഒരു ഹൈയും ഫീൽ ചെയ്തില്ല, ഒരു ഹൈയും ഫീൽ ചെയ്തില്ല. ഒരു നിർഗുണ ഫീലാണ് തോന്നിയത്. ഈ സിനിമയിൽ ആകെ മര്യാദയ്ക്ക് പെർഫോം ചെയ്തിരിക്കുന്നത് ബാലചന്ദ്ര മേനോനാണ്. കൊടുത്ത റോള് അങ്ങനെ വൃത്തിയായി ചെയ്തിട്ടുണ്ട്, ഒരു കുറ്റവും പറയാനില്ല. ഷറഫുദ്ദീൻ, വൺ ആൻഡ് ഓൺലി ഷറഫുദ്ദീൻ. ഏത് നേരവും കുറെ റോൾസ് റോയ്സ്, BMW, അതേപോലെ തന്നെ കുറെ മറ്റേ റേഞ്ച് റോവർ, സ്ലോ മോഷൻ, കോട്ടും സൂട്ടും, ഒരു അവിഞ്ഞ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇതാണ് ഷറഫുദ്ദീനുള്ളത്. മറ്റേ സട്ടിലായിട്ടുള്ള കൊടൂര ക്രൂര വില്ലനിസമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല ഷറഫുദ്ദീനെ കൊണ്ടുവന്ന് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നു.